ആകാശവാണി കോഴിക്കോട്. ആക്ഷേപഹാസ്യത്തിന്റെ തിരുവില്ലാമല കത്തിക്കൊണ്ട് ആസുരമായ കാലത്ത് ശസ്ത്രവിചാരണ ചെയ്ത VK-ന്റെ കഥകളുടെ നാടകാവതാരം VK-ന്റെ കഥകൾ പൊളിച്ചെഴുത്ത് VK രമേശ്. ദൈവത്തിന്റെ അത്താഴം. പ്രിയ ശ്രോതാക്കളെ, ഞാൻ VK ആണ്. എന്തുകൊണ്ട് ഞാൻ തന്നെ കഥാപാത്രമായ ഒരു കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഡൽഹിയിലെ പത്രപ്രവർത്തനത്തിനും നാട്ടിലെ സാഹിത്യ പ്രവർത്തനത്തിനും ഒക്കെ മുമ്പ് പണ്ടൊരു കാലം മലബാർ ദേവസ്വം ബോർഡിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. 1955 കാലഘട്ടം. എനിക്കും കേരളത്തിനും അന്ന് വളരെ ചെറുപ്പം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുൻപുള്ള ആ സുവർണ കാലഘട്ടത്തിലെ എന്റെ തുടിക്കുന്ന ചെറുപ്പം ബോധ്യപ്പെടുത്താനായി ചെറുപ്പക്കാരനായ ഡെൽവി പീറ്ററുടെ ശബ്ദത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നാം ജീവിതത്തിൽ പല കഥാപാത്രങ്ങളെയും കാണുന്നു, ഇണങ്ങുകയും ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്നു. എന്നാൽ മറക്കാനാവാത്ത ചിലരുണ്ടാവുമല്ലോ, സവിശേഷത കൊണ്ട് നിങ്ങളുടെ കഴുത്തറുത്ത് കളഞ്ഞ ഉശരന്മാർ. അത്തരത്തിലൊരാളെയാണ് നിങ്ങൾക്കായി ഇവിടെ ഞാനിപ്പോൾ ഓർക്കുന്നത്. ശങ്കരമേനോൻ. VK രമേശിന്റെ ശബ്ദത്തിലൂടെയാണ് മേനോൻ എന്റെ ഓർമ്മയിലും അതേസമയം ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് മുന്നിലും എത്തുന്നത്. ഒരു ബസ് യാത്രയിൽ വെച്ച് ഈ കഥ തുടങ്ങുന്നു. ചന്തപുര വേഗം ഇറങ്ങിനമ്മായേ. ഇനി ആരെങ്കിലും ഇറങ്ങണ്ട. സാറ് എവിടേക്കാണ്? ഒരു പെരിന്തൽമണ്ണ. ആയിമട്ടിക്കോ, നിങ്ങക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ? ഈ സാറിന് സീറ്റ് കൊടുക്കുന്നേ. അവിടെ ഇരുന്നോളൂ. രാത്രി എപ്പോഴെത്തും? 8:30 ടൈം. ചിലപ്പോ ഒരു 1/4 മണിക്കൂറോ അരമണിക്കൂറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിന്ന് വരും. ഇങ്ങടെന്തായാലും ആവില്ല വകയാ. അങ്ങടാവണ കാര്യം നോക്കിയാ മതി. ഏത് അത് നിങ്ങൾ പറയല ആയിമട്ടിക്കോ. വണ്ടി പഴയതാണെങ്കിൽ ഓൻ നരിയാച്ചാലേ നിങ്ങളതിനെ കാട്ടിക്കൊണ്ട് വിട് ചങ്ങായി. ആത്രമുക്ക് വേഗം ഇറങ്ങിക്കൂട്ടെ. കേറി. എന്താ കാരണം ഇത്? വേഗം കേറി. ആരപ്പത്? പന്തിന് പൊളിക്കണ നേരത്ത് പെണ്ണ് കെട്ടാൻ വരുന്ന ബലല്ലേ? ഏതണ്ടപ്പത്? വണ്ടിയില് നേരെ കളിയാണ്ട് കേറ്. ഒന്ന് കേറുന്നും കാരണം നിങ്ങള് ഇതെന്താണോ കേറതിന് മുമ്പ് ഒരു വിസിൽ വിളി? എന്താ അണ്ണാച്ചേ, നീ എനിക്ക് കാമിക്ക പോற മണ്ണ് എങ്ക இருக்குதுங்க? ഓ മണ്ണ് നമ്മൾ അങ്ങടന്നെയല്ലേ ഈ പോണത്? இல்லங்க, அது வந்துங்க நான் மெட்ராஸ்ல அது மவுண்ட் ரோட்ல மாட்டு வண்டியை ஓட்டி ஒழிச்சு சம்பாதிச்ச பணங்க. ഓ മദ്രാസ് മാട്ടുവണ്ടിക്ക് ഒക്കെ മനസ്സിലായി. എന്താ சொன்னீங்க? ഓ ഒന്നുമില്ല, അണ്ണാച്ചി ബുദ്ധിമുട്ടി സമ്പാദിച്ച പണം കൊണ്ട് വന്നൂന്നല്ലേ എനിക്ക് മനസ്സിലായി. അണ്ണാച്ചിക്ക് നല്ല A-ക്ലാസ് കൃഷിനിലം ഞാൻ കാണിച്ചു തരും. ഓ ഒന്ന് ചവിട്ടാതെ നിന്നൂടെ കുട്ടി. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്? അപ്പൊ അതാണ് എവിടേക്ക് ടിക്കറ്റ്? 2 ആള് ദേവസ്വം സ്റ്റോപ്പ്. ഇതാരാത്? നാരനെ കുട്ടിയോ? ഈശ്വരാ. കൈയോട് പിടിക്കപ്പെട്ട നിലയ്ക്ക് ഞാനൊരു സത്യം പറയാം. ഇത് ഞാൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം. എന്താ കഥ? എന്നാലും അതിശയം തന്നെ കേട്ടോ. അപ്പളേ എപ്പോഴാ നാട്ടിൽ വന്ന്? കാരണം ടിക്കറ്റ് പറയും. ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ? തോക്കിന്റെ കടത്തിലൊരു വെടി ഇന്ന് പറഞ്ഞ് എനിക്ക് ടിക്കറ്റ് എഴുതണ്ടേ? 1 മിനിറ്റ് ടിക്കറ്റ് എഴുതാണ്ടിരുന്ന കയ്യിന് വാദം വരുന്നില്ലോ. ഓ വാദം വന്നാ തന്നെ നിങ്ങൾ വൈദ്യമട്ടൊന്നുമല്ലല്ലോ. താനെന്താ തറുതല പറയാ? എതുക്ക് സണ്ട്? അണ്ണാച്ചി ഇയാള് ടിക്കറ്റ് പറയണില്ല. തനിക്ക് എന്തോ അണ്ണാച്ചിയോടൊരു വാശം. അയാളെ എന്റെ ഒപ്പം വന്നാളാ, മറുപടി അയാളോട് ഞാൻ പറഞ്ഞോളാം. പോട്ടെ ചങ്കുവേട്ടാ, വിടിൻ. ചണ്ട കിട്ടിയല്ലോ. അണ്ണാച്ചി ഭൂമി വാങ്ങാൻ വന്നല്ലേ? അപ്പൊ ഭൂമി വാങ്ങി പോവാ. മറ്റു വിഷയത്തിൽ ഒന്ന് തലയിടണ്ട. കുട്ടിയെ നാലുകുട്ടിയെ ഈ എവിടേക്കാ? ഒന്ന് പെരിന്തൽമണ്ണ വരെ. ഒരാളെ കാണാനാ. ഒരാളെ കാണാച്ചാ അത്ര ദൂരം പോണോ കുട്ടിയെ? അല്ല അവിടെ എത്തുമ്പോഴേക്കും രാത്രി ആവൂലോ? അത് സൂര്യന്റെ കയ്യിലാണ്. ആവും നിശം. എന്തിനാ അപ്പൊ തന്നെ പോണത്? നമുക്ക് രാത്രി ദേവസ്വത്തിൽ അങ്ങോട്ട് കൂടാ. എന്താ എന്നിട്ട് രാവിലെ പുലർച്ചക്ക് അങ്ങോട്ട് പൊക്കോളൂ. വേണ്ട, കൊറേ നടക്കണ്ടേ? അപ്പ പറഞ്ഞു. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ കുട്ടിയോളെ? അല്ല ടിക്കറ്റ് എടുത്തു. എന്നാ ഒരു കാര്യം ചെയ്യാം. അതെ കണ്ടക്ടറേ, ഇവിടെ കാണട്ടെ. ഓ ടിക്കറ്റ് എവിടേക്കാണെന്ന് ഉറപ്പായ ആയി. ദേവസ്വത്തിന്റെ സ്റ്റോപ്പിൽ 2 ആള്. കാശിന്റെ കാര്യല്ലേ? ഇതാ ഈ ഇരിക്കണ കുട്ടി പെരിന്തൽമണ്ണയ്ക്ക് ടിക്കറ്റ് മുറിച്ചു ചേർന്നല്ലോ. അതുപോലെ തട്ടി കഴിക്കാം. എന്നുവെച്ചാ ഒന്നുമില്ല, ഈ കുട്ടി പെരിന്തൽമണ്ണയ്ക്ക് ഇല്ല. ദേവസ്വം സ്റ്റോപ്പിൽ ഇറങ്ങൂന്ന്. നിങ്ങൾ എന്താ കാരണം വണ്ടിയിൽ കയറി ആളെ മുടക്കണത്? ഇത് ശരിയല്ലേ? പറയാലോ. അല്ല ചങ്കോട്ടാ, അപ്പൊ കൂടിയുള്ള ഈ വിദ്വാനോ? ഒരു സ്വകാര്യം പറയാലോ കുട്ടിയെ. തമിഴ്നാട്ടില് പോത്തുവണ്ടി മേക്കണ ആളാ. ഇവിടുന്നാ കല്യാണം കഴിച്ചിരിക്കണത്. ആൾക്ക് ഇവിടെ കുറച്ച് പാഠം വേണത്രേ. ഭാര്യയുടെ നിർബന്ധം. അച്ചി പറഞ്ഞാ പിന്നെ അപ്പീലുണ്ടോ?
ഞാനൊരു പൊതുകാര്യ പ്രസക്തനാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം കുറച്ച് ഭൂമീന്ന്. അണ്ണാച്ചി ഞാനും കൂടി ആവുമ്പോഴ് ചങ്കോട്ടൻ അവർക്ക് ബുദ്ധിമുട്ടാകും. അണ്ണാച്ചി തങ്ങണില്ല നാരനൂട്ടിയെ. പാടം കണ്ട് ബോധ്യപ്പെട്ട അഡ്വാൻസും തന്ന ആള് സ്ഥലം വിടും, പിന്നെ റേഷനേ വരൂന്ന. ഇറങ്ങൂ കുട്ടിയെ. അല്ല അത് വേണോ ചങ്കോട്ട? കുട്ടി ഇറങ്ങൂ കുട്ടി. ഇറങ്ങാതെ വേഗം ഇറങ്ങിയും കാരണം നിങ്ങള് ഈ നാരനക്കുട്ടി നിൽക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോ, അല്ലച്ച അവൻ കഥയേക്കും. പത്രത്തിൽ എഴുതുന്ന ആളാ. BK എന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടേ? ഹലോ, ഇങ്ങളാ ബീക്കയൻ സുലൈമാനെ വിട്ട വണ്ടി. ഭൂമി എങ്കിരിക്കും പെരിയൂര് തന്നെ 3 പൂവിൽ ഇറക്കാം കേറ്റാം. നല്ല തറവാടിത്തുള്ള ഭൂമിയാ. എങ്ങനെയുണ്ട്? അഴകായിരിക്കും. യാർന്നാ ഇതോടെ മുതലാള് ഈ നിക്കണ ആളാ. ചങ്കോട്ട കുട്ടി ഒന്നും മിണ്ടരുത്, വെറുതെ തലയാട്ടിയാ മതി. എന്തെങ്കിലും തന്നാ വാങ്ങണട്ടോ. സാർ അത് വന്ന് നാം മെട്രാസില് അതവ് മൗണ്ട് റോഡില് മാട്ട് വണ്ടിയെ കട്ടിക്കിട്ട് ഓ തുടങ്ങി. അണ്ണാച്ചി നീങ്ക സുമ്മാ ഇരിക്ക, അവർക്ക് വിഷയം തരണമില്ല. ഓ അവർക്കൊക്കെ അറിയാം. അണ്ണാച്ചി അഡ്വാൻസ് ആണ് കൊടുക്കൂ. ഇതാങ്ക റെഡിയാ പാത്തിക്കുങ്ക. ചങ്കോട്ട എന്താ ഇത്? കുട്ടി ഒന്നും മിണ്ടരുത്, വാങ്ങൂ. அப்புறம் நான் வர்றேனுங்க. அப்புறம் ரேஷுக்கு மறுபடியும் சந்திக்கிறாங்க. அப்ப அண்ணாச்சி அடுத்த பஸ்ல என்ன തിരിച്ചു പോവുക. എന്താ? ഓ சரிங்க. ഇപ്പത്താ എൻ മനസ്സുക്ക് ഒരു നിമ്മതിയേ. സന്തോഷായിട്ട് പോയിട്ട് വരൂ. അപ്പൊ നമുക്ക് നടക്കാം. നാരകുട്ടിയെ. ചങ്കോട്ട ഈ പണം ഇങ്ങോട്ട് കൊണ്ടാ കുട്ടിയെ. യക്ഷനും വേദയ്ക്കൊക്കെ സുഖന്നല്ലേ? ഒക്കെ സുഖം തന്നെ. അല്ല ഈ പണം അത് കുട്ടി മറന്നേക്കൂ. ഈ പാടം ആരുടെയാ ചങ്കോട്ട? അയാളല്ലേ ഈ അഡ്വാൻസ് മേടിക്കേണ്ടത്? പാടം ആരുടെയാണ് പാർക്കറിയാൻ? അയ്യോ അപ്പൊ അണ്ണാച്ചി? കുട്ടി അണ്ണാച്ചി പാടം വേണമെന്ന് പറഞ്ഞു. ഞാൻ പാടം കാണിച്ചു കൊടുത്തു. അതെന്റെ തെറ്റാ? അണ്ണാച്ചിക്ക് പാടം ഇഷ്ടായി. അതെന്റെ തെറ്റാ? അണ്ണാച്ചി കാശ് തന്നു. അതെന്റെ തെറ്റാ? അയാൾ തിരിച്ചു വരില്ലേ? അത് റേഷനല്ലേ? അതെ. അപ്പൊ എന്ത് പറയും? പാടത്തിന്റെ ഓണർ കാല് മാറിയെന്നാണ് പറയും. അയ്യോ അണ്ണാച്ചി അപ്പഴെന്നെ പിടികൂടില്ലേ? കുട്ടി ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയാ പിന്നെ എവിടുന്ന് അണ്ണാച്ചി പിടിക്കണത്? ഇനി അത്ര പേടിയാച്ചാലും നാരൻകുട്ടി ആ മീശ അങ്ങോട്ട് പഠിച്ചു കളയാ. വേണച്ചാ തലി മൊട്ടിട്ടോളൂ. അപ്പൊ ഒട്ടും അടയാളറിയില്ല. ചങ്കോട്ട ഇത് കൊലച്ചതയായി പോയി. പിടിക്കപ്പെട്ട ഞാൻ അകത്താ. കുട്ടി വെറുതെ ആയിരിക്കും. മദ്രാസിലെ മാട്ടുവണ്ടി വിട്ടിട്ട് അണ്ണാച്ചി ഇപ്പൊ കുട്ടിയെ പിടിക്കാൻ പോവല്ലേ? കേക്കണ്ട, വരൂ കുട്ടി. പ്രതിസ്ഥാനത്ത് ഇപ്പോഴും ഞാനാണല്ലോ. എനിക്ക് പേടിക്കാതെ പറ്റില്ല ചങ്കോട്ട. ഓഹോ ഇതാണോ ചങ്കോട്ടന്റെ മുറി? അതെ, ഒപായത്തില് മുമ്പില് കുളം കണ്ടില്ലേ? ഏത് വേലത്തിലും നിറച്ചു വെള്ള. തൊട്ടടുത്തന്നെ അമ്പലം. ഭഗവാൻ അടുത്തുള്ളത് കൊണ്ട് പരാതിപ്പെട്ടി വേറെ വേണം. അപ്പളക്കും ചക്കറ്റ തമാശ. അല്ല എന്റെ കാശിൽ നിന്ന് 2 ടിക്കറ്റ് എടുത്തത് ശരിയായില്ലട്ടാ. എനിക്കത് തിരിച്ചു തരണം. അതല്ലാതെ തന്നെ പല വകയിൽ എന്നെ പ്രതി ലാഭം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞല്ലോ. 10 ഉറുപ്പിയുടെ നോട്ടാ. ബാക്കി തരാപ്പം നിന്റെ ഉണ്ടാവോ? തരുന്നത് 1000ന്റെ നോട്ടാണെങ്കിലും ഞാൻ ബാക്കി തരും. നീ തമാശ പറയണോ? അല്ല അപ്പളക്കും തന്റെ ഒരു തമാശ. തമാശ അല്ല, കാശ് ഇപ്പം തരണം. മനസ്സിലായല്ലോ? എന്നാ കാശ്. ഓ നീ വല്ലാത്ത ആളഞ്ഞ കുട്ടിയെ. നളക്ക് കുളിക്കണോ നാരകുട്ടിയെ? വേണം. വൈകിട്ടത്തെ കുളി തെറ്റിക്കാറില്ല. ചങ്കോട്ടിന് കുളിക്കണ്ടേ? എത്ര വേർത്ത് നാറിയാലും ഞാൻ ഒരു ദിവസം ഒരു നേരെ കുളിക്കൂ. ഒരു ദിവസം ഒരു നേരം ഒരു കുള്ളി മനുഷ്യന്. ഞാൻ കുളിച്ചു വരാം. എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം. എന്താ ചങ്കോട്ടാ? ഭയങ്കര വിശപ്പ്. കുളി കഴിഞ്ഞാ നല്ലോണം തൊഴുതു വാ. ശിവനാ ശക്തി സ്വരൂപൻ. നല്ല ബുദ്ധി തോന്നിക്കണേന്ന് പ്രാർത്ഥിക്ക. അല്ല ചങ്കോട്ടൻ തൊഴണില്ലേ? ഞാൻ ഇവിടെ ഇരുന്ന് തൊഴും. ഭക്തി മനസ്സിലാവേണ്ടേ? ഓഹോ, കാലും മുഖവും കൂടി കഴുകാതെയോ? മനസ്സിനാടാ ശുദ്ധി വേണ്ടത്. അമ്മോ. ആരാ ഈ അമ്മു? കുക്കാണോ? പിന്നെ ആരാ? കഴകക്കാരൻ വാരരുടെ മകളാ. കൊച്ചുമിടുക്കി. അമ്മോ. ആ വന്നോ? അതെ, ഇന്നത്തെ പ്രസാദം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരണട്ടോ. രാത്രി ഇവിടെ എന്താ ഈ മാമനുണ്ട്. അമ്മൂന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകാട്ടോ. എന്താ അത് ചങ്കോട്ട? പ്രസാദം. എന്ത് പ്രസാദം? അപ്പോ പായസോ വിശേഷ. ഊണ് കഴിഞ്ഞാ പിന്നെ ഇതൊന്നും എനിക്ക് തിന്നാനാവില്ല. എനിക്കിതൊന്നും വേണ്ട. അതൊക്കെ ചെല്ലും. ചെറുപ്പല്ലേ എങ്ങോക്കൊക്കെ. കല്ലും ദഹിക്കും ഇപ്രായത്തില്. അമ്മു എന്താ നിക്കണത്? പോയി കൊണ്ടുവരൂ. പറയണ കേട്ടില്ലേ? ഇന്ന് നമ്പൂരാരോടും പറയണട്ടോ പ്രസാദം തൊട്ടു പോകരുതെന്ന്. മനസ്സിലായോ അമ്മൂന്? എന്നാ പൊക്കോളൂ. നാരൻകുട്ടി നിക്കാട്ട് കുളിച്ചു വരൂ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഈ നരകരീതി നടുവിൽ ഞാൻ ഈ നരകത്തും കരകേറ്റിടണേ തിരുവൈക്കം വാഴും ശിവശംഭോ. ഇതെന്താ ചങ്കോട്ടാ? അടച്ചു പൂജോ? അപ്പളയ്ക്കും അവന്റെ ഒരു തമാശ. നാരനുട്ടിയെ
ഈയൊക്കെ ദേവസ്വം ഇൻസ്പെക്ടർ ആയിരുന്നിട്ടും എനിക്കൊക്കെ എന്താ ഒരു ഗുണം? ഞാൻ എന്ത് ചെയ്യണം ചങ്കുവേട്ടാ? സഹായിക്കടാ കുട്ടിയെ, സഹായിക്ക. അതിനെങ്ങനെയാ? ബസ് കൂലി കൊടുത്ത കാശും കൂടി നീ തിരിച്ചു മേടിച്ചില്ലേ? തറവാട്ടുകാര് ചെയ്യോ അത്? നിന്റെ പിശുക്കൻ അമ്മാമാ രാവുട്ടാരില്ലേ, അയാള് ചെയ്യോ അത്? അത് കാര്യം വേറെ ചങ്കുവേട്ടാ. ഇങ്ങടെ ചെമത്ത് കണ്ട് സഹിക്കാൻ കഴിയാതെ ചെയ്തതാണ്. അല്ലാതെ കാശ് എനിക്ക് വേണമെന്ന് വെച്ചിട്ടല്ല. ഞാനിപ്പോ എന്ത് ചമത്തെ കാണിച്ചു? വരുന്ന വഴിയിൽ തന്നെ എന്നെ പണയം വെച്ചും പ്രതി ചേർത്തും നിങ്ങൾ നല്ലൊരു തുക അടിച്ചെടുത്തു. ആരുടേതെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത ഭൂമി കാണിച്ച് ഏതോ ഒരു തമിഴന്റെ കയ്യിലിരുന്ന കാശ് ഞാൻ വശം നിങ്ങൾ അടിച്ചെടുത്തു. ഓ പോട്ടടാ കുട്ടിയെ. പോട്ടെന്നോ? ഇനി ഒരു വട്ടം അണ്ണാച്ചി എന്നെ തിരിച്ചറിഞ്ഞാലേ ഞാനാണ് ഒന്നാം പ്രതി. അങ്ങനെയൊന്നും പറ്റില്ല. എന്താ ഉറപ്പ്? പറഞ്ഞിരുന്നാ നേരം പോവും. നമുക്ക് ഊണ് കഴിക്കല്ലേ? ഓ നിന്റെ ഒരു വിശപ്പ്. എത്ര കാലം കൂടിയിട്ടാ എന്റെ കയ്യിലൊന്ന് കിട്ടണത്? ഇതിന് മിണ്ടിയും പറഞ്ഞിരിക്കടാ. മിണ്ടാമല്ലോ. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മിണ്ടാം, ഊണ് കഴിച്ചു കഴിഞ്ഞാ മിണ്ടാം, ഉറങ്ങാൻ കിടക്കുമ്പോ മിണ്ടാം. എന്തിന്? ഉറക്കത്തിനിടയിൽ മിണ്ടാൻ വരെ ഞാൻ തയ്യാറാണ്. ഇപ്പൊ നിങ്ങൾ ചോറ് വിളമ്പിൻ. അപ്പളേക്കും ചെക്കനൊരു തമാശ. ഓ ചങ്കുവേട്ട, ഇത് തമാശയല്ല. എനിക്ക് വിശപ്പ് അതിന്റെ നെല്ലിപ്പടി കണ്ടു തുടങ്ങി. എന്നാ ഇരിക്കേ, ഞാൻ ഈ നാമഞ്ചൊല്ലാണ് മുഴുവനാക്കട്ടെ. അഖണ്ഡനാമവും ഭഗവത് സേവവും ഒക്കെ ഭക്ഷണം കഴിഞ്ഞു. ഞാനൊന്ന് ചൊല്ലി മുഴുവനാക്കട്ടെ കുട്ടിയെ. ഞാൻ സമ്മതിക്കില്ല. അതിഥിയെ പട്ടിണിക്കിട്ടിട്ടല്ല നാമജപം. കുട്ടിയെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ. പറയുന്ന വേഗം, എനിക്ക് വിശക്കണു. അമ്മ പ്രസാദം കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ കൊണ്ടുവരും. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒന്ന് ക്ഷമിക്കടാ എന്റെ കുട്ടിയെ. എന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് തന്നെ പോയാലോ? അവിടെ നിന്ന് തന്നെ ചാപ്പാടടിക്കാം. നേരം കളയണ്ട. അതൊക്കെ രണ്ടാം തരാ കുട്ടിയെ. ഇപ്പൊ കൊണ്ടുവരും. ഇത്രയും കൂടി ക്ഷമിക്ക്. ഓ കഷ്ടം തന്നെ. വരൂല്ലോ അല്ലേ? വരാതിരിക്കില്ലോ അല്ലേ? വരും കുട്ടിയെ, വരണ്ടെന്താ. എനിക്ക് ഈ പടച്ചോറെന്ന് പറഞ്ഞാ തന്നെ ഹരാ. നല്ല പാകത്തിൽ വറ്റിച്ച് വേവിച്ചെടുത്ത തവളക്കണ്ണന്റെ ചോറ്, അത് പാകത്തിൽ പുളിച്ച മോര് ചേർത്ത് ഒരിത്തിരി കടുമാങ്ങാ തൊട്ട് നോക്കി. ചങ്കുവേട്ടാ, ചോറ് ഇപ്പൊ വരൂല്ലോ അല്ലേ? വരും കുട്ടിയെ. അതാ വന്നൂലോ അമ്മു. അമ്മ വരൂ, വേഗം വരൂ. ഇതെന്താ ഉരുളി, ഇലപ്പൊതി? കുട്ടിയോട് കൊഞ്ചാനും കിണുങ്ങാനും നിൽക്കാണ്ട് അതൊക്കെ ഒന്ന് ഇറക്കി വെക്കേ. പടച്ചോറിന്റെ ഉള്ളി ഞാൻ ഇറക്കി വെക്കാം. എന്നാ അമ്മു പൊക്കോളൂ. ഇരിക്ക കുട്ടിയെ. ഞാനൊന്ന് തലചീകിയിട്ട് വരാം. ചങ്കുവേട്ടാ, ഒക്കെ വിളമ്പി വെക്ക്. ഞാൻ ഇതെത്തിപ്പോയി. ഓ അപ്പളയ്ക്ക് അവന്റെ തലചീന്തല്. വേഗം വാ. പടച്ചോറെന്ന് കേൾക്കുമ്പോ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുന്നു. രോമാഞ്ചോ? ഏതെങ്കിലും രോമക്കുപ്പായ കമ്പനിയുടെ ഏജന്റാ നീ? വേഗം വാ. ഞാൻ എത്തി. ആ ചങ്കുവേട്ടൻ തുടങ്ങിയോ? ഇതെന്താ അപ്പം? ഇത് പായസം. തിന്നോ, അപ്പം തിന്നോ. നല്ല നറുമയിലുണ്ടാക്കിയ അപ്പ. മധുരം കഴിച്ച ഉണ്ണാൻ പറ്റില്ല, ചിറികെട്ടും. പ്രസാദം വേണ്ടാന്ന് പറഞ്ഞാ ശിക്ഷ കെട്ടും കുട്ടിയെ. തിന്നോടാ. വേണ്ട, ചങ്കുവേട്ടൻ കഴിച്ചോളൂ. വേം തിന്നോ, ഇല്ല ചപ്പപ്പ കഴിയും. വേണ്ട, ചങ്കുവേട്ടൻ തിന്നോളൂന്നേ. അപ്പ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടി. എന്നാ ഇത്തിരി പായസം കഴിച്ചോ. വേണ്ട ചങ്കുവേട്ടാ. അങ്ങനെ പറയല്ലേ കുട്ടി. മധുരം പറ്റില്ല, അതുകൊണ്ടാ ചങ്കുവേട്ടാ. ഓ ഇപ്പോഴത്തെ കുട്ടികളുടെ സ്ഥിതി. എരിവ് പറ്റില്ല, മധുരവും പറ്റില്ല. ആയി കഴിച്ചോളാ നാരൂട്ടിയെ. നിങ്ങൾ കഴിക്കും ചങ്കുവേട്ടാ. നിങ്ങള് പായസം കുടിച്ച് വറ്റിച്ച് കളഞ്ഞല്ലോ ചങ്കുവേട്ടാ. ഒരു വിധത്തില് അതും കഴിഞ്ഞു. എന്നാലും നിങ്ങൾ ഭയങ്കരം തന്നെ. അതെന്താ കുട്ടി അങ്ങനെ? 15 അപ്പം, ഒരു കുടം പായസം. ഇതിനു മുകളിൽ എങ്ങനെയാണ് പടച്ചോറ് ചെല്ലുക? പടച്ചോറ് നാളെയല്ലേ? നാളെയോ? അപ്പൊ ഇന്നത്തെ ചോറ് നാളേക്ക് സൂക്ഷിച്ചു വെക്കോ ചങ്കുവേട്ടാ? ഇന്നത്തെ ചോറോ? അതെ, ഇന്നത്തെ അത്താഴത്തിനുള്ള ചോറ്. നീ എന്തൊക്കെ ഈ പറയണ എന്റെ നാരകുട്ടിയെ? നിനക്ക് വെള്ളം വേണോ? വേണ്ട. എന്താ? അല്ല ഞാൻ ഇപ്പൊ കുടിക്കാൻ പോണേ. കുടിച്ചോളൂ. ഈ വെള്ളം കഴിഞ്ഞാ പിന്നെ നാളെ കോരി കൊടുത്തിട്ട് വേണം. വേറെ വെള്ളമില്ല. അല്ല ചങ്കുവേട്ടാ, നിനക്ക് വേണ്ടാച്ച പ്രശ്നമില്ല, ഞാൻ കുടിക്കാം. എന്നാൽ ചങ്കുവേട്ടാ, എന്തുപറ്റി? അല്ല ചോറ് വിളമ്പില്ലേ? ചോറോ? ആ, അത്താഴം കഴിച്ചില്ലല്ലോ. നീയല്ലേ വേണ്ടാന്ന് പറഞ്ഞ? അത് അപ്പവും പായസം അല്ലേ? അതന്നെ അത്താഴം. ചങ്കുവേട്ടാ, തങ്കി തറക്കണ വർത്താനം പറയരുത്. എനിക്ക് രാത്രി വേറൊന്നും പതിവില്ല നാരകുട്ടിയെ. ചങ്കുവേട്ടാ, ഇത് ചതിയാണ്, കൊലച്ചതി. എന്ത് ചതി? ഒരു ചതിയില്ല. ഞാനല്ലേ നേരത്തെ പറഞ്ഞത് ഒക്കെ നല്ലോണം കഴിച്ചോളാൻ. അപ്പൊ മധുരം പറ്റില്ല, എരിവ് പറ്റില്ല എന്ന് പറഞ്ഞ് മുണ്ടാണ്ടിരുന്നു. ഞാനിതിന് പകരം വീട്ടും. എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വീട്ടും. ഓ അതൊക്കെ പിന്നെ നോക്കാം കുട്ടിയെ. ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതോ ഇനിയിപ്പോ നടക്ക ഉറക്കോ വേണ്ടോന്നുണ്ടോ? പ്രിയ ശ്രോതാക്കളെ, ശങ്കരമേനോൻ എന്ന ചങ്കുവേട്ടന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. പിന്നീട് ഒരിക്കൽ പ്രതികാരം വീട്ടാനുള്ള സന്ദർഭം ഒരുക്കി തന്നതുപോലെ പൊടുന്നനെ ഒരു ദിവസം പാലക്കാട്ട് വെച്ച് അദ്ദേഹം എന്റെ കയ്യിൽ വന്നു കുടുങ്ങി. ചങ്കുവേട്ടനോ? എത്ര കാലായി കണ്ടിട്ട്. എന്താ നാരണക്കുട്ടിയെ, നീ ഒന്ന് തടിച്ചു. ചങ്കുവേട്ടനും ഒന്ന് മിനുങ്ങിയിരിക്കുന്നു. ഇനിയൊക്കെ എന്ത് മിനുങ്ങാൻ? കുഴി കണ്ട അതിലേക്ക് വീണം. പ്രായായില്ലേ? ഇന്ന് ചങ്കേട്ടൻ എന്റെ അതിഥി. വരൂ, നമുക്ക് വീട്ടിൽ പോവാം. അയ്യോ വേണ്ട കുട്ടിയെ, പിന്നൊരിക്കലാവാം. അത് പറഞ്ഞാ പറ്റില്ല, നിങ്ങളെ ഞാൻ വിടില്ല. വന്നേ തീരൂ. ഇവിടെ ഇരിക്കൂ, ഞാൻ പണിക്കാരനോട് പറഞ്ഞിട്ട് വരാം. അത്താഴം കാലാക്കണല്ലോ. ഓ അതൊന്നും വേണ്ട കുട്ടിയെ. അത് പറഞ്ഞാ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം.
കുമാരാ എന്താ സാറേ? കുമാരാ, നമ്മൾ ഇന്ന് വെച്ച ചോറെല്ലാം നീ മാറ്റി വെച്ചേക്ക്. രാത്രി ആ ഇരിക്കുന്നയാളെ ഉറക്കിക്കഴിഞ്ഞ് നമുക്ക് കഴിക്കാം. അയ്യോ, അതെന്തിനാ സാറേ? ചോറ് തികയും. അയാളെ പട്ടിണിക്കിടാൻ തന്നെയാണ്, മനസ്സിലായോ? ഇല്ല സാറേ. പ്രതികാരം കുമാരാ, പ്രതികാരം. നീ ഇത്ര അറിഞ്ഞ മതി. ചങ്കോട്ടാ വരൂ, അത്താഴം കഴിക്കാം. ദാ കൈ കഴുകൂ. ഓ, കയ്യൊക്കെ കഴുകണോ കുട്ടിയെ? വേണം. ഇനി ഈ ടേബിളിൽ ഇരിക്കെ. കുമാരാ, എന്താ സാർ? അത്താഴം റെഡിയല്ലേ? അതെ. എന്നാ കൊണ്ടുവരൂ. ഇതാ സാർ. ഇതെന്താ ചുക്കൊള്ളോ കുട്ടിയെ? അതേ ചങ്കോട്ടാ, ഇവിടെ എനിക്കിതാണ് അത്താഴം. കുടിക്കിൻ, ചുക്കുവെള്ളം കുടിക്കിൻ, കുടിക്കിൻ, കുടിക്കിൻ. അല്ലെങ്കിലും സ്ഥിരായിട്ട് നിക്ക് തന്നെയാ കുട്ടിയെ അത്താഴം. നീ ചുരുക്കിയൊന്നും വേണ്ട, കൊണ്ട ഒരു ഗ്ലാസ്. ഇത് കുടിച്ചാ ചങ്കുവേട്ടന് ഉറങ്ങാം. പായ വിരിച്ചിട്ടുണ്ട് ഇല്ലേ കുമാരാ? സാർ. ചങ്കുവേട്ടൻ ഉറങ്ങിക്കോളൂ. ഞങ്ങൾക്കിവിടെ വേറെ കുറച്ച് പണിയുണ്ട് അല്ലേ കുമാരാ? അതെ സാർ. അതിന് എനിക്ക് ഉറക്കല്ല കുട്ടിയെ. രാവിലെ വരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഉറക്കൊഴിച്ചാലാം. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും VKN, ഡെൽവി പീറ്റർ, ശങ്കരമേനോൻ, VKK രമേശ്, ഐമൂട്ടി, കുമ്പളം പീറ്റർ, കണ്ടക്ടർ പ്രേംപ്രകാശ് ലൂയിസ്, പൊളിച്ചെഴുത്ത് VKK രമേശ്, സംവിധാനം ഉമാ ബാലൻ.